പ്രിയമുള്ളവരെ, ആരാധനയിലാണ് കെട്ടുകൾ അഴിയുന്നത്, തിന്മകൾ പരാജയപ്പെടുന്നത്, അന്ധകാരത്തിൻ്റെ ശക്തിയെ ദൈവം കെടുത്തിക്കളയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തിയെയും ആരാധനയ്ക്ക് വേണ്ടി ഉണർത്തുകയാണ്. നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ, ഇന്ന് ദൈവം നമ്മളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ പ്രിയമുള്ളവരെ, ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയം തുറന്നുള്ള ആരാധനയാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ വിമോചിക്കുവാൻ മോശയോട് ദൈവം പറഞ്ഞു വിട്ടു. ആ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ചു കൊണ്ടുവന്ന് ഞാൻ കാണിച്ചു തരുന്ന മലയിൽ നിങ്ങൾ എന്നെ ആരാധിക്കണം. ദൈവം ഇസ്രായേലിനെ വിടുവിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്. അതുകൊണ്ട് ഈ രാത്രി നമ്മൾ ആരാധിക്കുമ്പോൾ അതേ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഡൊമിനിക് സാവിയോയാണ്. ശാലോം ശുശ്രൂഷകനായ ഡൊമിനിക് സാവിയോട് ചേർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ശാലോം നൈറ്റ് വിജിലിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രിയിൽ ഏറ്റവും സ്നേഹത്തോടെ എല്ലാവരെയും ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് ക്ഷണിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം. നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് അഭയവും ശക്തിയുമാണ്. പർവ്വതങ്ങൾ ഇളകിയാലും എന്തെല്ലാം രീതിയിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള വലിയ ഒരു വിശ്വാസം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ ഉണ്ടാകണം. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നിങ്ങൾ വെറുതെ അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ശാലോം ടെലിവിഷൻ്റെ മുമ്പിൽ ഉണർന്നിരിക്കുന്നത് വെറുതെയല്ല, മറിച്ച് ദൈവത്തിൻ്റെ മഹനീയമായ ഇടപെടലുകൾക്ക് വേണ്ടിയിട്ടാണ്. ദൈവം ഇടപെടുന്ന വലിയൊരു വഴിയാണ് സ്തുതി ആരാധന എന്ന് പറയുന്നത്. അതുകൊണ്ട് പാട്ടുപാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ നല്ലൊരു ആരാധനയിലേക്ക് നാം കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ ഉടനീളം വലിയ പ്രതിസന്ധികളുടെ മുമ്പിൽ നമ്മുടെ പിതാക്കന്മാർ ദൈവത്തെ ആരാധിച്ചപ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചത് ഈ 2019 അതേപോലെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ശാലോം നൈറ്റ് വിജിലിലൂടെ അത് ധാരാളം അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവമാകുവാൻ ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കണം. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ മഹനീയമായ ആ പ്രവൃത്തിയെ ഓർത്ത് ഈ രാത്രി നാം സ്തുതിക്കണം. അതുകൊണ്ട് ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാം. ഒരു നിമിഷം നമ്മൾ കണ്ണുകളെ അടയ്ക്കാം. നമ്മുടെ ജീവിതങ്ങളെ ഈശോയുടെ കാര്യങ്ങളെ കൊടുക്കാം. ദൈവത്തെ ആരാധിക്കുവാൻ ഇന്ന് എന്നെ തടസ്സമായിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളെയും ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. ഒരുപക്ഷെ രോഗത്തെ കുറിച്ചുള്ള ഉത്കണ്ഠകളും ആകുലതകളും എല്ലാം എൻ്റെ ജീവിതത്തിലുണ്ടാകാം. അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ തന്നിൽ ശരണപ്പെടുന്നവരെ ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങളും യേശുവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സകല തിന്മയുടെ സ്വാധീനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നിന്നും വിട്ടുമാറുവാൻ വേണ്ടി എല്ലാവരും ഹൃദയം തുറന്ന് ശക്തിയുള്ള യേശുവിൻ്റെ നാമത്തെ അതരം തുറന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ 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 എന്ന് വിളിക്കുക. യേശുവേ യേശുവേ യേശുവേ. നമ്മുടെ രക്ഷയ്ക്കുള്ള ഏക നാമം യേശുവാണ്. യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ദൈവത്തിൻ്റെ 3 പ്രത്യേകതകൾ നമ്മളൊരു ഗാനത്തിലൂടെ പാടുകയാണ്. നമ്മുടെ ദൈവം ഒരിക്കലും വാക്ക് മാറ്റാത്തവനാണ്. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാമോ, നമ്മുടെ ദൈവം ഒരിക്കലും വാക്ക് മാറില്ല എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കയ്യിൽ പിടിച്ചെന്ന് പറഞ്ഞ് ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞേ. മൂന്നാമത്തെ കാര്യം, ദൈവം നല്ലവനാണ്. ഹല്ലേലൂയ. അതും തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ ദൈവം നല്ലവനാണ്. നമുക്കറിയാം, നമ്മുടെ ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പാട്ടുപാടി സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച നല്ലവനായ ദൈവം. പ്രിയപ്പെട്ടവരെ, പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അത്ര വൈവിധ്യമായ രീതിയിലാണ് പ്രപഞ്ചത്തെ ദൈവം അടുക്കും ചിട്ടയോടും കൂടി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. കടലിനൊരു അതിര് വെച്ചിരിക്കുന്നു. രാത്രിയിൽ വന്യമൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഇര തേടി പുറത്തേക്ക് വരുന്നു. നമുക്കറിയാം, പ്രകൃതിയെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ചന്ദ്രന് വരുന്നു, സൂര്യൻ അപ്രത്യക്ഷമാകുന്നു.
വളരെ ചിട്ടയോടും അടുക്കും ചിട്ടയോടും കൂടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ കരങ്ങൾ, ആ കരങ്ങളെ നമ്മൾ വിസ്മരിക്കരുത്. നമ്മളെ മെനഞ്ഞെടുത്ത ദൈവം സത്യമായും ഈ ആരാധനയിൽ സംപ്രീതനാകും. ആ ബോധ്യത്തോടെ ഇരു കരങ്ങളെ ഈശോയുടെ പക്കലേക്ക് ഉയർത്തുക. ഇന്ന് നിങ്ങളുടെ ജീവിതം ഏറെ പ്രതിസന്ധിയുടെ മുമ്പിലായിരിക്കാം. എന്നാൽ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം, യാക്കോബിന്റെ ദൈവം, ഏറെ കുഴപ്പങ്ങൾക്കാരനായിരുന്നു യാക്കോബ്. എന്നാൽ അവൻ ദൈവത്തോട് പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചാൽ അല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. കരങ്ങൾ ദൈവപിതാവിന്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നവനായ നല്ലവനായ ദൈവത്തെ ഇരു കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്തുതിച്ച് കർത്താവിനെ നമ്മൾ ആരാധിക്കാം. പാട്ടുപാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ ജീസസ്. യേശുവേ ഞങ്ങളെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി അടിക്കാമോ? കൈകൾ താത്തി. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. രണ്ട് സൈഡിലും കരകടിയാം. കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹം ആശ്ചര്യമേ. സത്യമല്ലേ? ലംഘനങ്ങളും എന്നാഗ്രഹങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. പാപങ്ങൾ ക്ഷമിച്ച കർത്താവിനെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. ചേർന്ന് പാടിയേ. യേശു മാറാത്തവൻ, അതിർ തുറന്ന് പാടിയേ. മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. കരങ്ങളൊന്ന് കോർത്തു പിടിക്കാം. കരങ്ങളൊന്ന് കോർത്തു പിടിക്കാം. ചരിച്ചോണ്ട് മാറാത്തൊരു ദൈവം. ആടിപ്പാടി സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി. കൈകളടിക്കാം. എനിക്ക് സഹായകനും രാക്കാല ഗീതവും അവൻ. നല്ല വൈദ്യനും ദിവ്യൌഷധവും ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനാണ്. കരങ്ങൾ ഉയർത്തി. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ആനന്ദത്തോടെ ഇന്നും എന്നും കൂടെയുള്ളവൻ. ബോധ്യത്തോടെ പാടാമോ? യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. ആനന്ദത്തോടെ
വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർക്ക് അവകാശം ഞാനും പ്രാപിപ്പാൻ. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുന്നു. ദിവ്യാത്മാവാൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. വീണ്ടും വീണ്ടും പാടുന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എല്ലാവരും പാടാമോ? കരങ്ങൾ ഉയർത്തി അടിച്ച് എല്ലാവരും കണ്ണുകൾ അടിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. യേശു മാറാത്തവൻ, പാടി ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, ആ നാമത്തെ പാടാമോ? നമ്മുടെ കൂടെ അവിടുന്നുണ്ട്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുന്ന് സൗഖ്യം നൽകുന്നവനാണ്. ഹല്ലേലൂയ. കൂടെയുള്ളവൻ കരങ്ങൾ വീശി. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. എല്ലാം ഇരു കരങ്ങളെ വീശി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായി സ്തുതിക്കുന്നു. യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ. അപ്പാ, പിതാവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഈ രാത്രി അത്ഭുതകരമായ നിന്റെ കരങ്ങൾ നിന്റെ ജനത്തിന്റെ മേൽ അവിടുന്ന് വെക്കണമേ. എന്റെ പൊന്നു കർത്താവേ, നിന്റെ മഹത്വം, നിന്റെ മഹത്വം, നിന്റെ തേജസ് അവിടുന്ന് വെളിപ്പെടുത്തണമേ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, എല്ലാവരും യേശുവിനെ വിളിക്കാമോ? യേശുവേ എന്ന ഹൃദയം തുറന്ന് വിളിക്കുക. കുടുംബങ്ങളിലായിരിക്കുന്നവരെ കുടുംബത്തിലിരുന്ന് യേശുവിനെ ഉറക്കെ വിളിക്കുക. അന്ധകാരങ്ങൾ പടിയിറങ്ങുന്നു, രോഗികൾ സൗഖ്യപ്പെടുന്നു, പാപമോചനം ലഭിക്കുന്നു, അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടുന്നു, കടക്കണിയുടെ കെട്ടുകൾ അഴിയുന്നു, ആത്മീയ പീഡകൾ വിട്ടുമാറുന്നു, തടസ്സങ്ങൾ മാറുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവിനെ വിളിക്കുക. ഈശോയുടെ ആത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. കരങ്ങൾ രണ്ടും മാറോട് ചേർത്ത് പിടിച്ച്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. അപ്പനും അമ്മയും നിന്നെ കൈവിട്ടാലും ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞവൻ ഈ രാത്രിയിൽ ഇതാ നമ്മളെ ഓരോരുത്തരുടെയും സ്നേഹം കർത്താവ് പരിശോധിക്കുക. ശിമയോനോട് കർത്താവ് ചോദിച്ചു, പ്രാതൽ കഴിഞ്ഞപ്പോൾ ശിമയോനോട് കർത്താവ് ചോദിച്ചു, ശിമയോനെ, ഇവരെക്കാൾ എല്ലാവരെക്കാളും അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയ ദൈവമക്കളെ, ഈ രാത്രിയിൽ ഒരുപാട് കാര്യങ്ങളും നിയോഗങ്ങളുമായിട്ടായിരിക്കാം നിങ്ങൾ രാത്രി ആരാധനയിൽ പങ്കെടുക്കുന്നത്. എന്നാൽ ഈ രാത്രിയിൽ ഈശോ ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ കർത്താവേ എന്ന് പറഞ്ഞു. അതേ കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് അതേ അവസാന നിമിഷം അവന് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാൻ തക്ക തരത്തിൽ അവന്റെ ജീവിതത്തെ മാറി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും അസ്വസ്ഥരാണ് എങ്കിൽ കർത്താവിന്റെ സ്നേഹം എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഈ രാത്രിയിൽ ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് പ്രകടമാക്കാം. വാക്കുകളിലൂടെയല്ല, ഈ ഗാനത്തിന്റെ ഈരടികളിലൂടെ. ദൈവമേ, എനിക്കുള്ളതിനേക്കാളും എനിക്ക് അവിടുന്ന് ദാനമായി നൽകിയ സകലതിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. കരങ്ങളൊന്ന് തുറന്നു പിടിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. ഈ ഈരടികളോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ നമുക്ക് ആരാധിക്കാം, ഹൃദയം തുറന്ന് ആരാധിക്കാം. സത്യമായും ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരുടെ ഭണ്ഡാരം അവിടുന്ന് നിറയ്ക്കും. അവിടുന്ന് മനസ്സിനിണങ്ങിയവനെന്ന് ദാവീദിനോട് പറഞ്ഞതുപോലെ നമ്മോട് ചേർന്ന് നിൽക്കും. ജോഷുവയുടെ കൂടെ എന്നതുപോലെ, മോശയോട് കൂടെ എന്നതുപോലെ, അബ്രഹത്തോട് സംസാരിച്ചതുപോലെ ദൈവം നമ്മോട് സംസാരിക്കും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ദൈവത്തെ സ്നേഹിക്കുക പ്രിയമരെ.
പ്രിയമുള്ളവരെ, നാം ദൈവത്തെ സ്നേഹിക്കുക, ഈശോയെ സ്നേഹിക്കുക. ഈ ഗാനത്തിന്റെ ഈരടികളോട് ചേർന്നുകൊണ്ട് നമുക്ക് പാടി ആരാധിക്കാം, കണ്ണുകളടച്ച്. ഇത്രയും സ്നേഹിച്ചാൽ പോരാ, നമ്മുടെ ജീവിതമുള്ളതിനേക്കാളെല്ലാം ഉപരിയായി ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. കണ്ണുകളടച്ച് ഹൃദയം കൊണ്ട് പാടാമോ? ഇത്രയും സ്നേഹിച്ചാൽ പോരാ, അങ്ങേ ഇത്രയും ആരാധിച്ചാൽ പോരാ. എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. അതെ, എനിക്കുള്ളതിനേക്കാൾ എൻ ജീവനേക്കാൾ അങ്ങേ സ്നേഹിപ്പാനാണ് എനിക്കാശ. വലതുകരം ഉയർത്തിക്കൊണ്ട് പാടാം. യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, പാടാമോ? യേശുവേ ആരാധ്യനേ, സ്നേഹിച്ച് ആരാധിക്കുക. യേശുവേ ആരാധ്യനേ, യേശുവേ ചേർന്ന് പാടാം. ആരാധ്യനേ, അതര തുറന്ന് പാടാമോ? യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ, യേശുവേ ആരാധ്യനേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വതന്ത്രമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധിക്കാം. ശബലബറ ഷീപി ദിബിയറോലോ ശബരബലപി. പരിശുദ്ധാത്മാവേ, നിന്നെ ആരാധിച്ചു, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു കർത്താവേ. അവിടുന്ന് ദാനമായി നൽകിയതല്ലാതെ മറ്റൊന്നുമില്ലാതെ ഏറ്റുപറയുന്നു. പൊന്നു കർത്താവേ, ഈ രാത്രിയിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഏറെ അങ്ങ് സ്നേഹിക്കാൻ പ്രതിസന്ധികളുണ്ട് എങ്കിലും ദൈവമേ, ഈ രാത്രി ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. എന്നോട് പ്രീതി തോന്നണമേ, എന്നോട് കരുണ തോന്നണമേ. കരങ്ങൾ താത്തി മാറോട് കരങ്ങൾ ചേർത്ത് പിടിച്ച് ഈ രാത്രിയില് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ സങ്കടങ്ങളും കേട്ടതുകൊണ്ടല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്, മറിച്ച് എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി മരിച്ച കർത്താവിന്റെ സ്നേഹത്തെ ഈ രാത്രിയിൽ ഓർക്കാമോ? അതേ കുരിശിൽ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി പിടഞ്ഞ സ്നേഹത്തെ ഈ രാത്രിയിൽ ഓർത്തൊന്ന് ദൈവത്തെ ആരാധിക്കാമോ? ഇതാ സ്തേഫാനോസിന് കല്ലുകൊണ്ട് ഏറിയിട്ടിയപ്പോഴും അവനെ ഏറിയിട്ടിയപ്പോൾ എറിഞ്ഞവരെ നോക്കിയില്ല, മറിച്ച് ദൈവത്തെ നോക്കി ദൈവത്തിന്റെ മഹത്വം പ്രാപിച്ചു. പ്രിയ ദൈവ പൈതലേ, നിന്റെ പ്രിയപ്പെട്ടവരുടെ രോഗപീഠയിലേക്ക് നോക്കി നീ ഭയപ്പെടരുത്. നീ ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കുക. ശബരബലപിയാം. പരിശുദ്ധാത്മാവ് വരട്ടെ, ദൈവശക്തി വ്യാപരിക്കുന്നു, ആത്മാവ് ചലിക്കട്ടെ. ആരാധിക്കാം. എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, പറയാം, എന്നാവശ്യം നിറവേറ്റിയതിനാലല്ല, എൻ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, ഒന്ന് പറയാമോ? എൻ ആവശ്യം നിറവേറ്റിയതിനാലല്ല, കുരിശിലേക്കൊന്ന് നോക്കാമോ? എനിക്കായി മരിച്ചതിനാ യേശുവേ, എന്നും അങ്ങേ ആരാധിച്ചിടും. അതെ, എനിക്കായി മരിച്ചതിനാൽ ഇരു കരങ്ങളെ ഉയർത്താമോ? എന്നും അങ്ങേ ക്രൂശിതനെ ഒന്ന് കണ്ട് ആരാധിക്കാമോ? ആരാധിച്ചിടും. നിന്റെ വേദനകൾ ഉയർത്തുന്ന ആരാധിക്കാമോ? യേശുവേ ആരാധ്യനേ, യേശുവേ
കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി ദൈവത്തെ ആരാധിക്കുന്നു. ക്രൂശിതനെ കണ്ട് ആരാധിക്കാമോ? കുരിശിൽ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി പെടുന്ന സ്നേഹത്തെ ഈ രാത്രിയിൽ ഓർക്കാമോ? ഒരുവൻ പോലും നശിച്ചു പോകാതെ സകലരെ രക്ഷിക്കുവാൻ വേണ്ടി തന്റെ പൊന്നോമൻ പുത്രനെ കുരിശിൽ വിട്ടുകൊടുത്ത ദൈവപിതാവിന്റെ സ്നേഹത്തെ ഒന്ന് ഓർക്കാമോ? അതെ, കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞവൻ ഇതാ നിന്റെ വേദന കാണുന്നു. പ്രിയ ദൈവ പൈതലെ കണ്ണുകൾ അടച്ച് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയപരമാർത്ഥതയോടെ യേശുവിനെ വിളിക്ക്. ഹൃദയപരമാർത്ഥതയോടെ യേശുവിനെ വിളിക്ക്. ക്യാൻസർ രോഗികൾ യേശുവിനെ വിളിക്ക്. കടക്കണിയിൽ കഴിയുന്നവർ യേശുവിനെ വിളിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബരദലബിയോ, പരിശുദ്ധാത്മാവിനെ വിളിക്ക്. ദൈവശക്തിക്കായി കരങ്ങൾ ഉയർത്ത്, ഹൃദയം ഉയർത്ത്. അന്ധകാരങ്ങൾ കുടുംബത്തിൽ നിന്നും പടിയിറങ്ങുന്ന സമയമാണ്. കുടുംബത്തിലായിരിക്കുന്നവര് സ്വരമുയർത്തി യേശുവിനെ സ്തുതിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമഹത്വം ഇറങ്ങുന്നു, ദൈവമഹത്വം ഇറങ്ങുന്നു. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ശബരദലബിയ, ശബരദലബിയ. ദൈവമഹത്വം ഇറങ്ങുന്നു. ദൈവമക്കളെ ആരാധിക്ക്. മടുത്തു പോകാതെ ദൈവത്തെ വിളിക്ക്. യേശുവിനെ വിളിക്ക്. യേശുവേ, യേശുവേ, യേശുവേ. എൻ കർമ്മവും പ്രവൃത്തിയാലുമല്ല, വീണ്ടും കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കാം. എൻ നേർച്ചയും കാഴ്ചയാലുമല്ല, നേർച്ച കാഴ്ചയാലല്ല, നിന്റെ മഹാകൃപയാൽ കൃപയാൽ രക്ഷിച്ചതിനാ ഞാൻ എന്നും അങ്ങേ ആരാധിച്ചിടും. ദയവായി കണ്ണുകളടച്ച കർത്താവിനെ കാണാം. കരങ്ങളൊന്ന് കോർത്ത് പിടിക്കാമോ? കരങ്ങൾ ഉയർത്തി. എല്ലാവരും ചേർന്ന് പാടാം. സംഘകൊട്ടി ഹൃദയം തുറന്ന് മതിമറന്ന ദൈവത്തെ വിളിക്കുക. അത്ഭുതങ്ങളുടെ സമയമാണ്. എല്ലാവരും യേശുവിനെ വിളിക്കുക. എൻ സ്നേഹമേ, കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് പാടാം. എൻ സ്നേഹമേ, എൻ സൗഖ്യമേ. രോഗികൾ ആരാധിക്കട്ടെ. കണ്ണുകളടച്ച് ഹല്ലേലൂയ പാടാം. കരങ്ങൾ വീശി, കരങ്ങൾ വീശി. കരങ്ങൾ വീശി. യേശുവേ, പ്രിയ ദൈവമക്കളെ, അത്ഭുതങ്ങളുടെ ഈ മണിക്കൂറില് സൗഖ്യദാതാവിന്റെ പക്കലേക്ക് ഹൃദയമുയർത്തി ഹല്ലേലൂയ പാടുന്നു. മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ വിളിക്കുന്നു. സത്യമായും അവൻ നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നല്ലവനാണ്. അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്. ആ യേശുവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്വതന്ത്രമായി നിങ്ങളുടെ ഭാഷയില് പരിശുദ്ധാത്മാവിന്റെ ഭാഷയിൽ
യേശുവിനെ ആരാധിക്കാം. യേശുവിനെ, യേശുവേ. ശക്തമായി കരങ്ങൾ അടിക്കാമോ? കരങ്ങൾ ശക്തമായി കരങ്ങൾ അടിച്ച് ശക്തമായി കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കും. കണ്ണുകൾ അടച്ച് ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശലലലലലലലലല. യേശുവേ, യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഞങ്ങളുടെ പ്രീതി തോന്നണമേ. ഏറെ തളർന്നവരുണ്ട് കർത്താവേ, ഏറെ മനസ്സ് തളർന്നവരുണ്ട് യേശുവേ. എന്റെ പ്രിയരെ, പ്രിയ ദൈവ മക്കളെ, ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹൃദയം ഉയർത്തി യേശുവിനെ വിളിക്കുക. അപ്പാ നിന്നെ ആരാധിക്കും. അപ്പാ നിന്നെ ആരാധിക്കും. അപ്പാ നീയാണ് എന്റെ ദൈവം. കഷ്ടതയിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കുരിശിൽ നമുക്ക് വേണ്ടി പിടഞ്ഞ സ്നേഹത്തെ ഈ രാത്രിയിൽ ഓർക്കാം. ജീസസ്. എല്ലാവരും യേശുവിനെ സ്തുതിക്കുന്നു. ഹൃദയത്തിൽ നന്ദി പറയുന്നു. യേശുവിനെ സ്നേഹിച്ച് ആരാധിക്കുന്നു. ഈ ജീവിതം ഈശോയ്ക്ക് കൊടുക്കുക. ഭാഷാപരമുള്ളവരെ ഭാഷാപരത്തെ സ്തുതിക്കുന്നു. അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ ശ്രദ്ധിക്കുന്നവരെ സ്തുതിക്കുന്നു. സ്തുതിക്കാമോ? പരിശുദ്ധാത്മാവേ, ആത്മാവേ, ആത്മാവേ. താങ്ക് യു ജീസസ്. കരങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ഓരോരുത്തരെയും ജീവിതത്തെയും പ്രശ്നങ്ങളെയും യേശുവിന് കൊടുക്കാം. ഈശോ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്ന് പറയാം. കുരിശിൽ അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഞാൻ അങ്ങേ സ്നേഹിക്കും. എന്റെ സങ്കടങ്ങൾ തീർത്തതിനാലല്ല, എന്റെ പ്രശ്നങ്ങൾ ഇടപെട്ടതിനാലല്ല, ഞാൻ ഇന്നിവിടെ എന്ത് കാരണത്താലാണെങ്കിലും ഇവിടെ കടന്നു വന്നത്, എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കും. എൻ്റെ പ്രശ്നങ്ങളിൽ ഉപരിയായി എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കും. യേശുവേ, ഞാൻ തന്നെ ആരാധിക്കും. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണമാവുന്നു.